சீக்கிரம் எந்திரி. അമ്മേ ഞാൻ എണീച്ചിട്ട് അരമണിക്കൂറായി. ഇതാണ് എന്റെ അമ്മ വാസുകി അയ്യർ ലൂയിസ്. അച്ഛനും അമ്മയും ഇന്റർ കാസ്റ്റ് മാരേജാ. അമ്മയാണെങ്കിൽ വലിയ കഥകളി ആർട്ടിസ്റ്റ് ആണെന്നാ എല്ലാരും പറയുന്നേ. പക്ഷെ ആ ഡാൻസ് കണ്ടാലേ എനിക്കൊന്നും മനസ്സിലാവാറില്ല. നമ്മുടെ മെട്രോ കൊച്ചി സിറ്റിയിൽ എല്ലാ മാസവും ഭാരതീയ കഥകളി യോഗത്തിന്റെ കഥകളി ഉണ്ടാവാറുണ്ട് എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിലെ ലീഡിംഗ് ആർട്ടിസ്റ്റ് എല്ലാം ഇപ്പൊ പാവം ബാത്റൂമിൽ വീണേ കൈ ഉളുക്കിയിരിക്കുക. നമ്മൾ ചിലർക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, പാട്ട് പാടാൻ അറിയാം, സ്റ്റിച്ചിങ് അറിയാം, കുക്കിംഗ് അറിയാം, അങ്ങനെ എന്തെല്ലാം കലകള്. പക്ഷെ വിവാഹശേഷം നമ്മൾ ഇതെല്ലാം പൂട്ടിക്കെട്ടി വെക്കും. കുട്ടികളായി ഭർത്താവായി അവരുടെ കാര്യമായി. നീ കുളിക്കുന്നുണ്ടോ ഇല്ലയോ? വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. കളിച്ചോണ്ടിരിക്കുകയാണ്. ബസ് വരെ ടൈം ആച്ച്. ചെറുതായിട്ട് ചിന്തിച്ചു തുടങ്ങിയില്ലേ? എനിക്ക് ഡാൻസ് അറിയാം, എനിക്ക് പാട്ട് പാടാൻ അറിയാലോ, കുക്കിംഗ് അറിയാലോ എന്നൊക്കെ. സംസാരം നമസ്കാരം. സമയം പോയേ. ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന്? അപ്പം മുട്ടയാണോ? എടി നിക്ക്, ഓൾറെഡി ലേറ്റ് ആയി. ചിന്തേ ഒരു കാത് കേക്കതാ ഇല്ല. നിക്ക്. എന്താ അമ്മേ? നിനക്ക് എന്താടി ഇതൊക്കെ എടുത്താ? കഴിക്കാൻ എടുക്കാനൊന്നും മറക്കാറില്ലല്ലോ. ഗുഡ് മോർണിംഗ് വാസുകി. ഗുഡ് മോർണിംഗ്. എന്റെ മോളെ നീ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്റെ ചക്കര അവിടെ എടുക്കണായിരുന്നു. കേറി പോയേ. എന്ത് തോന്നുവാസേ കാണിക്കുന്നത്? പെൺകുട്ടികളെ തൊടാതെ പിടിക്കാൻ നിന്നൂടെ നിനക്ക്? എവിടെയാ ബസ് ഉണ്ടായോ? ലീവാണ് ചേച്ചി. ഞാൻ അറിയാതെ പോലീസിനെ വിളിക്കും. ഇന്നൊന്നും വെറുതെ വിട്ടാൻ പറ്റില്ല. എന്താ വാസുകി ഇത്? സമയമായില്ലേ? പിള്ളേര് പോട്ടെ. ഒരു നോട്ടം കണ്ടില്ലേ? എന്റെ ചേച്ചി എന്റെ പിള്ളേരെ ഞാൻ വേഗം പൊക്കോ. പോടോ. നാളായിട്ട് ഞാൻ വാസുകി നിനക്ക് എന്ത് പറ്റി? ഈ നിസാര കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഇത് നിസാരായിരിക്കും. പത്രം തുറന്ന ഇതേ ഉള്ളൂ. ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ആകെ ഷെയിമായി പോയി. പക്ഷെ എന്റെ അച്ഛനെങ്കിലൊന്നും അല്ല കേട്ടോ. ആളൊരു സെലിബ്രിറ്റിയാ. ചേട്ടന്റെ വീട് കണ്ടോ? നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കത്രികയിലേക്ക് സ്വാഗതം. ഇന്ന് കത്രിക വയ്ക്കാൻ പോകുന്നത് ഈ ആഴ്ച റിലീസ് ചെയ്ത 2 ചിത്രങ്ങൾക്കാണ്. ആദ്യം യുവ സംവിധായകൻ ശ്രീ മാർക്ക് പരമേശ്വരൻ സംവിധാനം ചെയ്ത ഇരുതലമൂരി എ കുമ്പളങ്ങി ലവ് സ്റ്റോറി എന്ന ന്യൂ ജനറേഷൻ ചിത്രവും ജോയ് പീറ്റർ സംവിധാനം ചെയ്ത മുല്ലപ്പ് വിപ്ലവം എന്ന ഓൾഡ് ജനറേഷൻ ചിത്രവുമാണ്. ഗുണ്ട, കൊട്ടേഷൻ, ഭായി, കലിപ്പ്, മച്ചു എന്നീ കീഴാള വ്യവഹാര വാക്കുകൾ അധോലോകത്തിന്റെ വായിൽ തിരികെ വെച്ചാൽ തിരശീല വിറയ്ക്കുമെന്ന് തെറ്റിദ്ധരിച്ച ചില സംവിധായകർ കൊച്ചിയിൽ രാപ്പാർക്കുന്നുണ്ട്. ഇതാണ് കത്രിക, അച്ഛനെ ഫേമസ് ആക്കിയ പ്രോഗ്രാം. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ രാത്രി ന്യൂസ് ചാനലിലെ ചർച്ചയിലൊക്കെ ഗസ്റ്റ് ആയിട്ട് ലൂയിസ് പുത്തൻ. ബ്ലോക്ക് ബസ്റ്റർ സംവിധായകന്റെ മുൻകാല സിനിമകൾ എന്ന പോലെ ഈ സിനിമയിലെ നായികയും നായകനോടൊപ്പം ആടിപ്പാടാനുള്ള യന്ത്രപാവ മാത്രമാണ്. യുക്തിഭദ്രമല്ലാത്ത കഥയിൽ താരരാജാവിന്റെ അമാനുഷികതയ്ക്ക് മുന്നിൽ വായ പൊളിച്ച് മയങ്ങി നിൽക്കാൻ മാത്രമാണ് പാവം നായികയുടെ വിധി. മുല്ലപ്പൂ വിപ്ലവം എന്ന ചിത്രം ഒരു വിപ്ലവം ഉണ്ടാക്കാതെ വെറും പുരുഷഗർജനം മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തത്. ആളൊരു ആർട്ടിസ്റ്റും കൂടിയാ. മെയിൻ മോഡൽ. പിന്നെ അച്ഛനൊരു വക്കീലും കൂടെ ആട്ടോ. ഡിവോഴ്സ് കേസുകളാ അച്ഛൻ അധികം എടുക്കുന്നത്. അതുകൊണ്ട് അമ്മ ഡിവോഴ്സ് വക്കീലിനാ അച്ഛനെ കളിയാക്കി വിളിക്കുന്നത്. കൊച്ചി പുതിയ കൊച്ചിയല്ല മച്ചാ, കൊച്ചിക്ക് പുതിയ DCPയെ കിട്ടി. അതും ഒരു സ്മാർട്ട് ലേഡി. DCP ജീനാബായ് IPS. ഇങ്ങനെ വാണി വിശ്വനാഥിനെ ഓർമ്മയില്ലേ? ഒരു 1.5 വരവായിരുന്നു അല്ലേ? എന്താ നമ്മുടെ ഗൂസ് ബംസ് ഒക്കെ ഇങ്ങനെ വന്നു. ശരിക്കും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ അതില് കളക്ടറിനെ അടിച്ചിടുന്ന പ്രകടനമായിരുന്നില്ലേ? പ്രേമിച്ച കാമുകിയെ കല്യാണം കഴിക്കരുതെന്ന് പറയുന്നത് ഇതാ. ഭാര്യ ആവുമ്പോ കാമുകിയുടെ സൗന്ദര്യം ഉണ്ടാവില്ല. അതിന് 2 തരം. നമ്മുടെ ചുരിദാറാണെങ്കിലും മതി, അത്യാവശ്യം
ഹലോ, കുടുംബം എന്ന് പറയുന്നത് ചിട്ടി കമ്പനി പോലെയാ. ഭർത്താവ് ക്യാഷറും ഭാര്യ മാനേജറും. അവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് തെറ്റിയ കമ്പനി പൂട്ടി പോകും. എന്റെ ഭാര്യ ഹാപ്പിയാണെന്ന് അഹങ്കരിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും നുണയന്മാരാടോ. ലോകത്തൊരു ഭാര്യ ഹാപ്പി അല്ലടോ. തനിക്ക് ഡൈവേഴ്സ് വേണോ ഒന്നുകൂടെ ആലോചിക്കും. ആസു, ഇന്ധനം സൂക്ഷിച്ചുപയോഗിച്ചാൽ നമുക്ക് നല്ലത്. ഇതൊക്കെ ഉള്ളിയാണോ ടിയർ ഗ്യാസാണോ? നീ സ്കൂൾ ബസ്സിൽ പോകുന്നില്ല. അത് അവളങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ചാൽ മതിയോ? ഞാനാ തീരുമാനിച്ച. നീ ലൂയിസ് കൊണ്ടുവിട്ടാ മതി. ഓക്കെ, അപ്പോ മാസം 1000 രൂപ ബസ് ഫീസ്, വർഷം 70,000 രൂപ. സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ ഇനി 7 വർഷം എടുക്കും. അപ്പോ 70,000 രൂപ ലാഭം. നീയായിട്ട് ഈ ഫൈനാൻസ് മിനിസ്റ്റർ. അടുത്ത പ്രാവശ്യം നീ പാലായിൽ നിന്നാൽ പുഷ്പം പോലെ ജയിക്കും. പിന്നെ ഈ ലാഭത്തിന്റെ കമ്മീഷൻ ചോദിച്ചു വരരുത് കേട്ടോ. നമുക്കൊരു കാർ വാങ്ങണം. അതാകുമ്പോ മോക്ക് സേഫ് ആയിട്ട് സ്കൂളിൽ പോവാലോ. എന്ത് സേഫ്റ്റി? ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന മുഴുവൻ കാർ കൊണ്ടാ. നമുക്കൊന്ന് ആലോചിച്ചിട്ട് പോരെ? എനിക്കൊന്നും ആലോചിക്കാനില്ല. എനിക്ക് എന്റെ മോളെ സേഫ് ആക്കണം. ഓക്കെ ഓക്കെ, ഒരു കാറ് മതിയോ? ഓം ഹം ഹനുമതേ നമ, ഓം ഹം ഹനുമതേ നമ, ഓം ഹം ഹനുമതേ നമ, ഓം. ഇനി ആർക്കെങ്കിലും പുഷ്പാഞ്ജലി കിട്ടാനുണ്ടോ? ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി. ആ ശരി. ആരാ വാസുകിയുടെ ശത്രു? ലൂയിച്ചന്റെ അമ്മയാ? ഇത് 2Bയിലെ കനി ആന്റി, ന്യൂസ് റീഡറാ. അമ്മയ്ക്ക് ആന്റിയെ ഇഷ്ടല്ല. ആന്റി അച്ഛനെ വളയ്ക്കുന്നുണ്ടോ നമ്മക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. അതാ അമ്മയ്ക്ക് ഈ ദേഷ്യം. മോളെവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ മോളെ. ചിന്തേ, തിരുമേനി, ഇവിടെ വശീകരണ പുഷ്പാഞ്ജലി നടത്തോ? ഹൈ, ആ ജാതി പുഷ്പാഞ്ജലി അവിടെ കഴിക്കില്ല. മോളെ. ചിന്തേ, ചിന്ത കണ്ടോ? ചേടാ, ഒരാൾ സ്വപ്നം കണ്ടോന്ന് ചോദിക്കാം, ചിന്ത കണ്ടോന്ന് ചോദിച്ചാ ചിന്ത കാണാൻ പറ്റുമോ? ഈ ചിന്തയാണോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കനിയെ കണ്ടായിരുന്നോ? കണ്ടു. ആ മൂദേവിയെ കണ്ടു. 30 രൂപയ്ക്ക് ശത്രു സംഹാര പൂജ. ഇത്രയും ചീപ്പ് റേറ്റ് കൊട്ടേഷൻ എടുക്കാൻ കറുകപ്പള്ളി ഷാജിയെ പോലും കിട്ടുക. ദൈവങ്ങളെ സമ്മതിക്കണം. ഈ തമാശ ശ്രീനിവാസൻ പറഞ്ഞാൽ നിങ്ങളെല്ലാരും കൂടെ ചിരിക്കും. ഞാൻ പറഞ്ഞാ മസിൽ പിടുത്തം. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടേ. അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലേ? ലോൺ എടുത്ത് കാറ് മേടിച്ചതാ അമ്മയുടെ ടെൻഷൻ. ഒറ്റ ദിവസം കൊണ്ട് കാറ് മേടിക്കണമെങ്കിൽ അതൊക്കെ പറ്റൂ. ലോൺ എടുത്ത് കൗബീനം വരെ വായിക്കുന്നവരാ മലയാളികൾ. എന്നിട്ട് അതിന്റെ അടവടയ്ക്കാതിരിക്കാനുള്ള ഒരു അടവുണ്ട്. ആ അടവറിയാവുന്നവൻ ഈ അടവൊരു അടവാണോ മോളെ? ഇതെല്ലാം അച്ഛന്റെ വേറൊരു അടവല്ലേ? ഫഹദിനാണോ ദുൽഖറിനാണോ പ്രായം കൂടുതൽ? മലയാളികൾക്ക് എന്നും പ്രായം ഒരു വീക്ക്നെസ് തുടങ്ങി.
സ്കോപ്പ്. ഞാൻ ഈ വക്കീൽ പണിക്ക് നിർത്താൻ പോടാ. നമുക്ക് പോയ കൊട്ടേഷൻ പണി പറ്റുള്ളൂ. കാശ് ഒതുക്കുമ്പോൾ അയാൾ ഒരുമാതിരി മിമിക്രി കാണിക്കും. എടാ മച്ചു, എന്തെങ്കിലും കൊട്ടേഷൻ പണി ഉണ്ടെങ്കിൽ പറയണേ. നമ്മുടെ ടൂൾസിനെങ്കിലും ഒരു പണിയാവൂല. വരണുണ്ട്. കാർ ഷെഡിലിട്ട് 2 വീലറും കൊണ്ട് കൊച്ചിയിൽ ഇങ്ങനെ വെച്ചില്ല. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വിളിക്കാം. സാർ ഗുഡ് മോർണിംഗ്. സാർ ഇന്നലെ ന്യൂസ് അവറിൽ കലക്കിട്ടാ ചുംബന സമരമൊക്കെ നാടിന് ആവശ്യമാണ് സാറേ. ടിവിയിൽ ഞാനങ്ങനെ പലതും കാച്ചും. അത് കേട്ട് നീയൊക്കെ ചുംബിക്കാൻ ഇറങ്ങിയാലുണ്ടല്ലോ അടിച്ചതിന്റെ പുഴുപ്പല് ഞാൻ തെറിപ്പിക്കും കേട്ടോ. അഡ്വക്കേറ്റ് ബാബുരാജ് വെച്ചോ. രാവിലെ ആരാ വന്നു? കാവ്യമാധവനും അമ്മയും വന്നിട്ടുണ്ട്. കാവ്യമാധവൻ? ആ കാവ്യയുടെ കണ്ണിൽ മാധവൻ ഒരു സക്സസ്ഫുൾ ഹസ്ബൻഡ് അല്ല അല്ലേ? ഒളിച്ചോടി പോയി കെട്ടിയതുകൊണ്ട് അവള് പറയില്ല സാറേ. ഞാൻ പറയാം, അവനൊരു അലവലാതിയാന്നേ. കുടിക്കാൻ അവന്റെ കാശുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ ഗോവയിലോ സിംഗപ്പൂരോ ഒരു വീക്കെൻഡെങ്കിലും അവളെ കൊണ്ടുപോയിട്ടുണ്ടോ സാറിന് ചോദിച്ചു നോക്കിക്കേ. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു 4 ആളെ വിളിച്ചു വരുത്തി ഒരു വെൽവെറ്റ് കേക്ക് കെട്ടാൻ അവന്റെ കാശില്ല. എന്തിന്? മാസം തോറും ആ ജയലക്ഷ്മിയിലോ ഷീമാട്ടിയിലോ കൊണ്ടുപോയി ഒരു 10-20 സാരി. അതിന് പോലും ആ കഞ്ഞിയെ കൊണ്ട് കഴിയുന്നില്ല. ഭർത്താവാണത്രേ. ഇതുവരെ മൾട്ടിപ്ലക്സിൽ കൊണ്ടുപോയി ഒരു സിനിമ കാണിച്ചിട്ടുണ്ടോന്ന് വക്കീലൊന്ന് ചോദിച്ചു നോക്കി. അതുമല്ല, കാവ്യമോള് ഹോസ്പിറ്റലിലെ ജോലിയെല്ലാം കഴിഞ്ഞു വന്ന് അവന്റെ അടുക്കള കിടന്ന് നരകിക്കുക. അപ്പോ കിടപ്പ് അടുക്കളയിലാണ്. രാത്രിയിൽ അവന് കഞ്ഞിയെ ഇറങ്ങൂ. അത് കുടിക്കാമോ? ഷുഗർ അല്ലേ? കഞ്ഞി ബെസ്റ്റ് അല്ലേ? കഞ്ഞി കുടിച്ചിട്ട് ഇതുവരെ ഒരു മലയാളി മരിച്ചിട്ടില്ല. പോതമക്കില് പോയിന്റ് പറ. പറയാം. പോയിന്റ് നമ്പർ 1, മദർ ഇൻ ലോ പറയുന്നു സണ്ണിൻ ലോ ഒരു കഞ്ഞിയാണ്. എക്സാക്ട്ലി. മാധവന്റെ ഭാഗം പറയാൻ ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് മാധവന് വേണ്ടി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. എന്നോടൊന്നും തോന്നരുത്. വെഡിങ് ആനിവേഴ്സറിക്ക് 2000 ബക്സിന്റെ ബട്ടർ കേക്ക് വാങ്ങിച്ച് കട്ടിയാൻ കഴിവില്ലാത്തവൻ കഞ്ഞിയല്ല. ലുലു മാളിലും ഷീമാട്ടിലും മാസം കൊണ്ടുപോയി 25,000 രൂപ സാരി വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവൻ കഞ്ഞിയല്ല. അമ്മായിയമ്മക്ക് സീരിയൽ കാണാനും ഭാര്യക്ക് സ്റ്റാർ TV കാണാനും 2 TV വാങ്ങാൻ പാങ്ങില്ലാത്തവനെ കഞ്ഞി എന്ന് വിളിച്ച് അവമാനിക്കരുത്. അടുക്കള കൊട്ടാരമാക്കാനും ഭാര്യ ഐശ്വര്യ റോയെ പോലെ അണിയിച്ചൊരുക്കാനും പാങ്ങില്ലാത്തവൻ ദണ്ഡം വരുമ്പോ കുടിക്കും. അവരുടെ സങ്കടത്തിന്റെ നീളമാണ് ബിവറേജസ് കോർപ്പറേഷൻ മുമ്പിൽ കാണുന്ന നീണ്ട ക്യൂ. കാവ്യ ഭർത്താവിനെ മനസ്സിലാക്കണം. വിജയിച്ച ഭർത്താക്കന്മാർക്ക് മാത്രമുള്ളതല്ല ഈ ഭൂമി. തോറ്റുപോയ ഭർത്താക്കന്മാർക്കും ഇവിടെ ജീവിക്കണം. കാവ്യ ഒരു നേഴ്സല്ലേ. മദ്യപാനം ഒരു രോഗമാണ്. രോഗിയെ ഉപേക്ഷിക്കലല്ല, ശുശ്രൂഷിക്കലാണ് നഴ്സിന്റെ ഡ്യൂട്ടി. വല്ലവരുടെയും വാക്ക് കേട്ട് ദാമ്പത്യം വെട്ടിമുറിക്കുമ്പോൾ മുറിവേൽക്കുന്നത് നിങ്ങളുടെ ഭാര്യയ്ക്കും ഭർത്താവിനുമാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സോറി സർ, എനിക്ക് ഡിവോഴ്സ് വേണ്ട. മോളെ കാവ്യ, അമ്മ ഇനി ഈ കാര്യം പറഞ്ഞതിനെ നിർബന്ധിക്കരുത്. മോളെ അമ്മ പറയട്ടെ. മാധവേട്ടനെ ഞാൻ എന്തായാലും ഉപേക്ഷിക്കില്ല. ഇതാണ് സ്നേഹമുള്ള ഭാര്യ. ഇത് അമ്മായിയമ്മ. എടോ വക്കീലേ, താനിതിനെ അനുഭവിക്കും. കൊടുങ്ങല്ലൂർ അമ്മയാണ്. താനും തന്റെ ഭാര്യയെ തല്ലിപ്പിരിച്ച് ഡൈവേഴ്സായി മുടിഞ്ഞു പോകും. നോക്കിക്കും. അടുത്ത വിശേഷം പോടാ ഞെരുപ്പിരുവല്ലേ. വന്നു കയറിയ ധനലക്ഷ്മി ബാങ്കിനാ സാർ കലിപ്പാക്കി വിട്ടത്. ഇതൊരു മതി കച്ചറ ചീത്തായി പോയി. ഡൈവോഴ്സ് പോയെന്ന് മാത്രമല്ല, ആ തള്ളയുടെ വക കൊട്ടേഷൻ മേടിക്കുകയും ചെയ്ത്. ഹാപ്പി ആയല്ല? തൊലിയാണ്. ആ സ്ത്രീയുടെ 3 ഡൈവോഴ്സ് നടത്തിയത് ഞാനാ. അതൊന്നും പോരാതെ കൊതി തീരാഞ്ഞിട്ട് ആ സ്ത്രീ ഇറങ്ങിയിരിക്കുക മകളുടെ താലി പൊട്ടിക്കാൻ. ചിലർക്ക് അങ്ങനെയാ, താലി അലർജിയാ. ചില വക്കീലന്മാർക്ക് കേസും. അടുത്താരാ? IT വൈഫ് പോക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരു IT കാരൻ വന്നിട്ടുണ്ട്. രോമാഞ്ച്. രോമാഞ്ച്. രോമ ഇഞ്ച്. വിളിക്ക്. രോമാഞ്ച്. മിസ്റ്റർ രോമാഞ്ച്. ഐ വോണ്ട് ഡിവോഴ്സ്. പണം എനിക്കൊരു പ്രശ്നമല്ല. അത്താണ്. സാർ ആദ്യം കൗൺസിൽ ചെയ്യാനൊക്കെ നോക്കും. പതറരുത്. മിസ്റ്റർ രോമാഞ്ച്, നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചിക്കണം. ബാക്കി ഞാനുണ്ട് കൂടെ. വാ. കമോൺ. ഭാര്യയുടെ നമ്പറുണ്ടോ? ഡാഡി മമ്മി വീട്ടിലില്ല, നടപോട യാരുമില്ല, അച്ഛനെങ്കിൽ അച്ഛൻ താഴെയുണ്ട്. കൂടെ ആ കനിയാന്റിയുണ്ട്. LP അറിഞ്ഞോ? തൃപ്പൂണിത്തറയിലെ ഒരു മകൻ അമ്മേനെ കഴുത്തെടുത്ത് കൊന്നൂന്ന്. ഷൂട്ട് ചെയ്ത ഫൂട്ടേജ് കണ്ടിട്ട് എന്റെ പൊന്നോ സഹിച്ചില്ലാട്ടാ. അവൻ വല്ല ബീഹാറി ആയിരിക്കും. എന്റെ പൊന്നു ക്ഷേമടത്തി, അവൻ ബീഹാറിയല്ല, നല്ല 1-ാം തരം മലഹാറിയ. സ്വന്തം ഭാര്യയുടെ ചാരിത്രത്തിൽ സംശയം തോന്നിയ അച്ഛൻ മകനോട് പറഞ്ഞു, വെട്ടണ നിന്റെ അമ്മയുടെ കഴുത്തുന്നു. കേട്ട പാതി മകൻ കോടാലിയുടെ തുരട്ട കീച്ചാണ്. അമ്മയുടെ തല വേറെ, ഉടല് വേറെ. ആ മകൻ അതേ കോടാലി കൊണ്ട് എറിഞ്ഞുണ്ടാക്കിയ നാടാണ് ഈ ശ്യാമസുന്ദര കേദാര ഭൂമി. ഈ കേദാര ഭൂമിയിൽ ജനിച്ചവരാരും മോശമല്ല. അമ്മയല്ല, ആരെ വേണേ തട്ടും.
ദേ കോടികളുടെ മുകളിൽ ഞാൻ തീകൂരിട്ടും. അല്ല പറയായിരുന്നേ, തമിഴന്മാര് പണിമുടക്കിയ മലയാളികളുടെ കഞ്ഞൂടി മാത്രമല്ല ഇസ്ത്രി ഇടലും മുട്ടും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇന്നലെ പച്ച വരാത്തോടെ ഞാൻ ചുളുങ്ങിയ കോട്ടിട്ടുണ്ടാ കോടതി പോയി. ആ കേസ് മര്യാദക്ക് നടത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഏതായാലും ഈ പണി പഠിച്ചിട്ട് തന്നെ പിന്നത്തെ കാര്യം. പ്രതിസന്ധികൾ മനുഷ്യന് മാറ്റുരച്ച് നോക്കാനുള്ളതാണ്. മലയാളികളെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അപ്പൊ ഞാൻ പോട്ടെ. അല്ല അപ്പൊ ഈ ചുരിദാർ തേച്ചരാന്ന് പറഞ്ഞിട്ട് നല്ലവണ്ണം അമർത്തി തേച്ചോളൂ. ആ കൊളസ്ട്രോൾ ഒക്കെ അങ്ങോട്ട് ഇളകി പോട്ടെ. മിസ്റ്റർ എൽ പി ക്ഷേമെടുത്തി തേക്കാൻ അറിയോ? എന്റെ പൊന്നു ടീച്ചറെ, ടീച്ചറുടെ കേസ് ഞാൻ പഠിച്ചു. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ താലി ഇറക്കേണ്ടി വരും. നിങ്ങളോട് ആരാ മണിയറ കുമ്പസാര കൂടാക്കാൻ പറഞ്ഞു? ടീച്ചറെ, ആദ്യ രാത്രിയിൽ വധൂവരന്മാർ പഴയ കാര്യങ്ങൾ റീവൈൻഡ് ചെയ്യരുത്, ഫോർവേഡ് ചെയ്യരുത്. ഓൺലി പ്ലേ 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 പ്ലേ. 5 അബോർഷൻ വരെ ചെയ്ത പെണ്ണുങ്ങൾ ആദ്യ രാത്രി പറയുന്നത് എന്താണെന്നറിയോ? പിന്നല്ലേ പണ്ടെങ്ങാണ്ടൊരു ഫ്രണ്ടിന്റെ കൂടെ കൊടൈക്കനാലിലൊന്ന് കറങ്ങാൻ പോയ ടീച്ചറുടെ ഫ്ലാഷ് ബാക്ക്. ടീച്ചറെ, ചില പാപങ്ങൾ തുറന്നു പറയാനുള്ളതല്ല, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോട്. കേട്ടാൽ അവർ തകർന്നു പോകും. നീ എന്താ കഴിക്കാത്തത്? സോറി, ഇവിടെ പറഞ്ഞ ടീച്ചറെ. പിന്നെ ടീച്ചറെ, ഫീസ് ചോദിക്കുമ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പേഴ്സ് എടുക്കാൻ മറന്നുപോയെന്ന് പറയല്ലേ. പെട്രോളിനൊക്കെ വില കുറച്ചിട്ട് എന്നാ കൂട്ടിരിക്കാന്ന് അറിയാവോ? ശരി 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 ശരി. കല്യാണം നടത്താൻ ലക്ഷക്കണക്കിന് ചിലവാക്കും. ഡൈവേഴ്സിന്റെ കാര്യം വരുമ്പോ 10 പൈസ കൊടുക്കൂല. അച്ഛാ, എനിക്കൊരു ഡൗട്ട്. നമ്മുടെ അമ്മയ്ക്ക് വല്ല ലൈനും ഉണ്ടോ? എപ്പോഴും എന്തോ തിങ്ക് ചെയ്തോണ്ടിരിക്കുക. ഐൻസ്റ്റീനും ഭയങ്കര ചിന്തിങ് ആയിരുന്നു. നീയൊക്കെയല്ലേ സൈസ്. വലുതാവുമ്പോ എന്താവുമെന്ന് ഓർത്ത് ഏതമ്മയ്ക്കാണ് ചിന്തയില്ലാത്തൊരു ചിന്ത. അവിടെ ഉണ്ടാക്കിയത് വെട്ടി വിഴുങ്ങിട്ട് അവിടെ തന്നെ കുറ്റം പറഞ്ഞു. ഡൗട്ട് ചോദിക്കാനും പാടില്ല. ഒന്നുമില്ല. ഞാൻ ഗേറ്റ് അടക്കുമായിരുന്നു. പുറത്ത് മുഴുവൻ പട്ടികളാ, പേപ്പട്ടികൾ. രഞ്ജിനി ഹരിദാസനൊന്ന് കാണട്ടെ. കഴിഞ്ഞ ആഴ്ച ആ പാവം കരിയുടെ സ്കൂട്ടറിന്റെ സീറ്റ് ചെയ്ത് പട്ടികൾ കടിച്ചു കയറിയത്. വാ. വാ. അച്ഛാ, എന്നെ ഇന്ന് അവഞ്ചേഴ്സ് കാണിക്കോ? അതൊക്കെ തീരുമാനിക്കുന്ന എന്റെ ഭാര്യ. നമ്മൾ എങ്ങും പോകുന്നില്ല. ഈ അമ്മ ഭയങ്കര ബോറാവുന്നുണ്ടേ. മോളെ, അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്. നീ വല്ലപ്പോഴും ഉഴപ്പി തോറ്റു കൊടുക്കുക, എന്നാലേ നീ എന്റെ മോളാവുള്ളൂ. അച്ഛാ, മലയാളത്തിലെ 3 എഴുത്തുകാരുടെ പേര് പറയാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത്, രഞ്ജി പണിക്കർ, ബെന്നി പി നായരമ്പലം. വക്കീലേ. കനത്ത മഴയിൽ മുംബൈയിലെ റെയിൽ ഗതാഗതം താറുമാറായി. കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിശാ പാർട്ടിക്കിടെ നടന്ന പോലീസ് റെയ്ഡിൽ മയക്കുമരുന്നുമായി പിടിയിലായത് പ്രശസ്ത റഷ്യൻ DJ ലെസ്ലി മാർക്കോ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഇയാളുടെ പക്കൽ നിന്ന് 57 ഗ്രാം റഷ്യൻ സീക്രട്ട് എന്നു പേരുള്ള മയക്കുമരുന്ന് തന്നെയാണ് കണ്ടെത്തിയതെന്ന് DCP ജീനാബായി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നഗരത്തിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, ചില വീട്ടമ്മമാരും മയക്കുമരുന്നിന് അടിമകളാണെന്ന് DCP ജീനാബായി കൂട്ടിച്ചേർത്തു. സാറേ, ദേവരെ എമർജൻസി കേസ് വന്നിട്ടുണ്ട്. വിളിക്കട്ടെ? വിളിക്കും. ദിനേശേട്ടാ വാങ്ങിട്, നാണിക്കണ്ടെന്ന്.
സാറേ, ഞാൻ തളത്തിൽ ശ്രീനിവാസൻ, KSRTC ഡിപ്പോ മാനേജരാ. തളത്തിൽ ദിനേശന്റെ ആരായിട്ട് വരും? അതാരാ? ആരുമായിട്ട് പറ. എന്റെ സാറേ, ആറ്റു നോറ്റിരുന്ന എന്റെ ഭാര്യ ഗർഭിണിയായത്. കൺഗ്രാറ്റുലേഷൻസ്. ശ്രീനിവാസൻ ഭാഗ്യവാനാണല്ലോ. അത് പറയാനാ സാറേ ഞാൻ വന്നത്. അർഹിക്കാത്ത ഒരു ഭാഗ്യവും എനിക്ക് വേണ്ട സാറേ. അത് എന്റെ കുഞ്ഞല്ലെന്നേ. തന്റെ കുഞ്ഞല്ലെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? സാറേ, തൃശ്ശൂർ ടു പോര് റൂട്ടിലെ ഡ്രൈവറാ വസന്തൻ. വസന്തന്റെ ലാസ്റ്റ് ചാൽ എന്റെ വീട്ടിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി സാറേ. താൻ രാത്രി വീട്ടിലെത്തുമ്പോ എത്ര മണിയാവും? രാത്രി പാതിരിയാവും സാറേ ഞാൻ ഡിപ്പോയിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോഴേക്ക് പോരും കഴിഞ്ഞ് അവൻ പോയി കഴിഞ്ഞിരിക്കും. സുഗുണൻ സാക്ഷിയാ. ആരായി സുഗുണൻ? ഡാമിലെ നൈറ്റ് വാച്ചറാ. താനിത് എങ്ങോട്ടാ പോകുന്നത്? അയ്യോ സോറി. സത്യസന്ധനാ. രാത്രി കൃത്യം 6 മണിക്ക് തന്നെ ജോലിക്ക് വരും. ഞാനേ KSRTCയാ. വഴിയിൽ ആര് കൈ കാണിച്ചാലും നിർത്തുന്ന പ്രൈവറ്റ് ബസ്സിൽ എനിക്ക് കയറണ്ട. എനിക്ക് ഡൈവോഴ്സ് വേണം. എന്നിട്ട് വേണം വേറൊരു കല്യാണം കഴിക്കാൻ. ഇനി ഒരു പതിവ്രതയെ തന്നെ ഞാൻ കെട്ടു. നമ്മൾ രാത്രി ഡിപ്പോ പൂട്ടി വരുമ്പോ പൂമുഖത്ത് ഒരു ഗ്ലാസ് ഹോർലിക്സുമായിട്ട് അവളെ കാത്തു നിൽക്കണം. ഒരു ഗ്ലാസ് ബൂസ്റ്റ് ആയ കുഴപ്പമുണ്ടോ? ഏതായാലും എനിക്കൊരു ബൂസ്റ്റിന്റെ കുറവുണ്ട്. സാറിന് മനസ്സിലായോ? എല്ലാം എനിക്ക് മനസ്സിലായോടോ. ഓ ശ്രീനിവാസ, താൻ ബെഡ്റൂമിൽ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു പോയ ഒരു പഴയ ലൈലാൻഡ്. അവളാണെങ്കിൽ വോൾവോ. ഭാര്യയാണ് ഒരു നാണൊക്കെ വേണ്ടേ സാറേ? അത് ആസത്തിനില്ല. വേണമെന്ന് ഒരു മാരേജ് ആക്ടിലും പറഞ്ഞിട്ടില്ല. എടോ, സെക്സിൽ ഭർത്താവ് ആക്റ്റീവ് പാർട്ണറും ഭാര്യ പാസീവ് പാർട്ണറും ആയിരിക്കും എന്ന് പറയുന്നതൊക്കെ പഴയ വാത്സ്യാനന്ദ ഏരിയ. ലെവൽ ഓഫ് ആക്ടിവേഷൻ ഭാര്യയ്ക്ക് ഇത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ അവൾ ഉടനെ പിഴ, കുലട, വസന്തൻ, ജാരൻ. എടോ, നൈറ്റ് ഡ്യൂട്ടിക്ക് പോയവൻ തന്റെ ഭാര്യയുടെ ജാരനെ എങ്ങനെയാടോ കാണുന്നത്? അല്ല, അത് പോരിൽ തോറ്റവന്റെ വെറും തോന്നല തന്റെ വസന്തനും സുഗുണനും ഒക്കെ. താനുണ്ടാക്കിയ കഥാപാത്രങ്ങൾ ശരിയല്ലേ? ഇങ്ങോട്ട് നോക്കണം. തന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് തന്നെ എന്താ വിളിക്കുന്നേ? അച്ഛാന്ന്. പിന്നെന്തിനാണോ ഡൈവോഴ്സ്? മാഡം, ഇവിടെ നിന്നാണ് രാജുവിന്റെ ബോഡി കിട്ടിയത്. ക്രൈം സീനിൽ നിന്ന് വല്ല എവിഡൻസും കിട്ടിയോ? ഒരു ആംസ്ട്രിങ് കിട്ടിയിട്ടുണ്ട്. ആ ചെക്ക സ്നേഹിച്ച പെണ്ണിന്റെ ആങ്ങളമാര് കൊടുത്ത കൊട്ടേഷനാ. നോ, കില്ലർ ഇസ് എ വുമൻ. എന്റെ ശ്രീനിവാസ, പതിവ്രത എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി എന്നല്ല അർത്ഥം. ഏതൊരു ഭാര്യയുടെയും ആഗ്രഹം അവളുടെ ഭർത്താവിനെ ഒരു ഹീറോ ആയിട്ട് കാണാനാ. അറ്റ്ലീസ്റ്റ് അവളുടെ മുമ്പിലെങ്കിലും. അപ്പൊ ഡൈവോഴ്സ് വേണം? വേണ്ട സാറേ. ആ മോൻ എന്നെ അച്ഛാന്ന് വിളിച്ചോട്ടെ. മോക്കുന്ന സ്കൂളില്ലേ? ഇവളുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ മരിച്ചു. ഇവിടെ ഫ്ലാറ്റിൽ വന്നപ്പോ വാസുക അവിടെ ഇല്ല. ഞാൻ കുറെ ട്രൈ ചെയ്തൊക്കെ കിട്ടിയില്ല. ഇനിയിപ്പോ ഒളിച്ചോടി എങ്ങാനും പോയോ? ഇതാണോ സാറിന്റെ പതിവ്രത? എണീറ്റ് പോടും. അമ്മ എവിടെ പോയതായിരിക്കും? ഒന്ന് വാ. ചേട്ടൻ പോകുമ്പോ വൈഫിന്റെ നമ്പർ ഒന്ന് തരണം. അതെന്തിനാണോ? ചെറിയ കാര്യം എന്റെ ഭാര്യയുടെ നമ്പർ. ഞാനിതുവരെ വോൾവോ ബസ്സിൽ കയറിയിട്ടില്ല. ഞാൻ പതിവ്രതയാണെന്ന് അയാൾക്ക് എങ്ങനെ മനസ്സിലായി ലൂച്ച? ഇപ്പൊ ഫോൺ ഓഫായി. ഈ പുറത്തു പോകുമ്പോ വാസുവിക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? കൃത്യം 10:30 തന്നെ ഇവളുടെ പ്രിൻസിപ്പൾ തട്ടിപ്പോകുന്ന അവൾ അറിഞ്ഞു. അമ്മയ്ക്ക് ഒരു ലൈൻ ഉണ്ട്. ഷോറാ. കഴിവറോളെ, എന്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ലൈനേ നിന്റെ തന്തയ്ക്കാ. ചുറ്റിക്കളി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. പക്ഷെ പുറത്തങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ലൂച്ച, നിങ്ങൾ ഫുൾ ആവാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് റിവെഞ്ച് ചെയ്യണം. നിങ്ങൾ വാസുകിനെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെ കെട്ടിക്കോ. ഇറങ്ങടി, ഇറങ്ങടി കുരിശൻ. നിന്നെ പിന്നെ കെട്ടി എന്നെ വേണം പറയാൻ. പിന്നിലല്ലോ, മുന്നിലല്ലേ? എവിടെയാണെങ്കിലും ഇറങ്ങ്. ഇവിടെ ഒരു ടാക്സി പോലും കിട്ടില്ല. ഭയങ്കര വെയിലാണ്. നടന്നു വന്നാ മതി. ഞാൻ തമാശക്ക്. നിനക്കെന്താണ് എന്റെ വൈഫിനോട് ഒരു പുച്ഛം? ദേഷ്യം എനിക്ക്. എന്റെ അമ്മ ഇന്റലിജന്റ് ആവണമെന്നാ എന്റെ ആഗ്രഹം. അത് വിട്. വലിയ ഡിഗ്രി ഒന്നും ഇല്ലെങ്കിലും അഗതാ ക്രിസ്റ്റയേക്കാളും കാഞ്ഞ ബുദ്ധിയാവും. ആ കുരുട്ടി ബുദ്ധി കണ്ടല്ലേ ഞാൻ അവളുടെ ഫാനായി. എന്ത് പറഞ്ഞാലും ഒരു തമാശ. പപ്പ ശ്രദ്ധിച്ചോ? ഈയിടെയായി അമ്മ ഒട്ടും കൂളല്ല. പഴയ ക്ലെൻലിനെസ് ഒക്കെ എവിടെ പോയി? വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ എന്റെ റൂമിലിട്ടാണ് ഉണക്കുന്നത്. എന്തൊരു ബാഡ് സ്മെല്ല എന്റെ മുറിയില്. ഇങ്ങനൊന്നും ആയിരുന്നില്ല എന്റെ അമ്മ. നീ എന്തായി കാണിക്കുന്നേ? അലക്കിന്നും കഴുകാനും ഒക്കെ ഉണക്കാനുള്ള ടെറസ് അവിടെ കൊണ്ട് വിരിച്ചൂടെ? ടെറസ് ഫുള്ളോ? സൗകര്യം കെടുത്താ ഒന്ന് പോകുന്നുണ്ടോ? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ടെറസ് നമ്മുടെ മാത്രം സ്വന്തം അല്ലല്ലോ.
അക്രോഫോബിയ. അത് മനഃശാസ്ത്രം ചുക്കോ ചുണ്ടാമെന്നറിയാത്ത നിന്നോട് ഞാൻ എടി ഉയരത്തിനോടുള്ള ഭയം അതാ സംഭവം. ട്രീറ്റ്മെന്റ് ഉണ്ടോ? അതിനും മാത്രമൊന്നുമില്ല. അങ്ങനെ ചികിത്സിക്കാൻ പോയാൽ പിന്നെ അതിന് മാത്രം നിറം കാണും. എല്ലാവരുടെ മനസ്സിലും കാണും ഇങ്ങനെ ചില തമാശകൾ. ഇനി നീ ഇത് ആരോടെങ്കിലും പറഞ്ഞ് മമ്മിയെ നാറ്റിക്കാൻ നിൽക്കണ്ട. മമ്മിയോട് ചോദിക്കാൻ വേണ്ട. ഓക്കെ? ഓക്കെ. നിന്നെ ഫ്ലാറ്റിലാക്കിയിട്ട് എനിക്ക് സ്ഥലം വരെ പോകണം. എങ്ങോട്ട്? ഇന്ന് മലയാള മാസം 15 മാസോടെ കാണും. സൈലന്റ് ആക്കിയല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി ഇന്നിവിടെ കളി കാണുമെന്ന്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പട്ടിണിയാ കേട്ടോ. ടിഫിൻ ബോക്സിലൊന്നും ഇല്ലായിരുന്നു. ഒന്ന് പറഞ്ഞിട്ട് പോയിരുന്നില്ലേ? മോളാകെ പേടിച്ചു പോയി. ലൂയിസേ, വീടിന്റെ ഐശ്വര്യം വൃത്തിയും ശുദ്ധിയുമുള്ള ഭാര്യയാണ്. സോക്രട്ടീസിന്റെ നരകം വൃത്തിയില്ലാത്ത ഭാര്യയായിരുന്നു. ഒമർ ഖയ്യാമിന്റെ സ്വർഗം എന്നും പനിനീര് കുളിക്കുന്ന ഭാര്യയും. എന്റെ ശാപം കുളിയും തേവാരവും ഇല്ലാത്ത ഭാര്യ. വായനാറ്റം സഹിക്കാൻ വയ്യ. ഡിവോഴ്സ് ആണ് വേണ്ടത്. അല്ല, വക്കീലിനെ മനസ്സിലായില്ലേ? ഞാനാ മണ്ടോദരി രഘു. മണ്ടോദരി രഘു ഒന്നും മിണ്ടാതിരിക്കൂ. വക്കീലും കേസും ഒക്കെ കോടതിയിലാ. ഞാനിവിടെ എന്റെ ഭാര്യ. നമ്മുടെ ചീഫ് ഗസ്റ്റ് DCP ജീനാബായി എത്തിക്കഴിഞ്ഞു. നമ്മൾ കാത്തിരുന്ന എന്നാ ശരി. ഹോളിന് പുറത്ത് നിൽക്കുന്നവർ എത്രയും വേഗം അകത്തേക്ക് കടന്നിരിക്കുക. We have identified the killer. She is in our radar now. അറസ്റ്റ് നാളെ നടക്കും. ഇന്നൊരു ദിവസം കൂടി. Today is only day for her. Sorry, ഞാൻ അല്പം late ആയി. മിസ്റ്റർ ബാബുരാജ്, എവിടെ തന്നെ വക്കീൽ? എനിക്കിങ്ങനെ വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. ഐ വോണ്ട് ഡിവോഴ്സ്. ഡിവോഴ്സ് മാത്രമല്ല, സെക്കൻഡ് ഹണിമൂണിനുള്ള ടിക്കറ്റ് വരെ ഞാൻ തരാം. പോരെ? സ്വാമി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കേസ് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നെനിക്ക് അറിഞ്ഞൂടെ. എന്നാലും ഞാൻ ഈ കേസ് ജയിക്കും. ലൂയിസാറേ വരുന്ന ബാബുരാജെ. രോമോസ്, ഞാൻ 50,000 രൂപ വാങ്ങിച്ചതിന് സാറിനോട് പറഞ്ഞിട്ടെ. സ്വാമി പോയി രാവണചരിതം കാണും. എന്താ ഒന്ന് സെന്റ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. ഈ പിരി ലൂസായ കേസൊന്നും എടുക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. പക്ഷേ കക്ഷി കോടീശ്വരനാണ്. പ്ലീസ്. വൈഫ് തന്നെ ചീറ്റ് ചെയ്യുന്നത് താൻ എന്നോട് പറഞ്ഞാൽ പോരാ. കോടതിക്ക് എവിഡൻസ് വേണം. അതുണ്ടോ? എവിഡൻസ് ഉണ്ടായിക്കൊണ്ട് വാ. വേണമെങ്കിൽ ടെക്നോളജി ഞാൻ പറഞ്ഞുതരാം. സാർ ഓളെ പോലെ ഞാനൊരു ഫൂൾ ആണെന്നാണോ വിചാരിച്ചത്? നെവർ. യു ആർ എ വെരി ഇന്റലിജന്റ് ടെക്കി. സാർ, എന്റെ വൈഫിന്റെ പിറ്റ എവിടെ കാണിച്ചേ? ഓ കർത്താവേ, ഇത് തൂഫാൻ. എന്ത് ക്ലാരിറ്റിയാ. താനായിരുന്നു അമൽ നീരത്. പക്ഷെ സ്ലോ മോഷനിൽ എടുത്തിട്ടില്ല. എന്റെയും ടോമിനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കൃഷ്ണൻ. ടോമിനി പേരിൽ തന്നെ ഉണ്ട് ഒരു ടോ. ഇൻഫോ പാർക്കിൽ ഞങ്ങൾ ഒരു കമ്പനിയില്ല സാറേ. എനിക്ക് നൈറ്റ് ഷിഫ്റ്റും അവർക്ക് ഡേ ഷിഫ്റ്റും. അവളുടെ ഓവർ ആക്ടിങ് കണ്ട് സംശയം തോന്നിട്ടാ ഞാൻ ബെഡ്റൂമിൽ ക്യാമറ വെച്ചത്. ആർട്ടിസ്റ്റ് കലാക്ഷേത്ര വാസുകി. സ്ത്രീകൾ രാവണവേഷം കെട്ടാറില്ല. വാസുകി കഴിഞ്ഞാൽ പിന്നുള്ളത് നമ്മുടെ തൃപ്പൂണിത്തുറ രഞ്ജിനിയാ. ലോകത്ത് ഒരു ഭാര്യയും ചെയ്യാൻ പാടില്ലാത്ത ചതിയാ അവൾ എന്നോട് ചെയ്തത്. ഇതിനൊക്കെ എന്ത് തെറ്റാ സാറേ ഞാൻ ചെയ്തത്? ചില സ്ത്രീകൾക്ക് ജീവിത സുഖത്തേക്കാൾ വലുത് മറ്റു പല സുഖങ്ങളുമാണ്. നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ല അവർ നമ്മളോട് തെറ്റ് ചെയ്യുന്നത്. ചില ഭാര്യമാർ അനുഗ്രഹമാണോ, ചിലർ ശാപവും.
ഏതായാലും തൻ്റെ കേസ് ഞാൻ എടുത്തിരിക്കുന്നു. LP വാ പോവാം. വരുന്നു. നാളെ ഓഫീസിലേക്ക് വാ, വക്കാലത്തപ്പെടണം. താങ്ക് യു വൈഫ് വിളിക്കുന്നു. സാറിന് എൻ്റെ ഫീലിംഗ് മനസ്സിലായല്ലോ. ഓക്കെ, താങ്ക് യു. മിസ്റ്റർ രോമു, ഞാൻ പറഞ്ഞില്ലേ ചതിക്കുന്ന ഭാര്യമാരെ സാറിന് ഇഷ്ടമല്ല. തൽക്കാലം ഈ തൊണ്ടി എന്റെ കയ്യിലിരിക്കട്ടെ. എൻ്റെ മൊബൈൽ? എടോ, ഇന്ന് ഇത് മൊബൈലല്ല, ഇത് തൊണ്ടിയാണ്. മനസ്സിലായില്ലേ? എനിക്ക് ഇടക്കിടക്ക് കേസ് റെഫർ ചെയ്യണം. 1 മാസത്തേക്കുള്ളായി. മിസ്റ്റർ ബാബുരാജ്,